64ാമത് സംസ്ഥാനതല സ്കൂൾ കലോത്സവം കളറാക്കാനായിട്ട് ജില്ലാ ശുചിത്വ മിഷൻ ഗംഭീരമായിട്ടുള്ള വിപുലമായിട്ടുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പലതരത്തില് ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ടും മാലിന്യം എങ്ങനെ കൃത്യമായിട്ട് നമ്മളത് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ സഹായിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ ആയിട്ടുള്ള രജനി സാർ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ശുചിത്വ മിഷന്റെ പദ്ധതികൾ ഇവിടെ കാണാനുണ്ട്. എന്തൊക്കെയാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂരനഗരിയാണ്, കലാപൂരം നടക്കുകയാണ്. ഇത് പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക, അത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ ഞങ്ങളിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നൊരു സാപ്പ് ഷോപ്പ് ഉണ്ട്. സാപ്പ് ഷോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് റീയൂസ്, നമ്മുടെ പുനരുപയോഗം, ഉപയോഗിച്ചത് വീണ്ടും ഉപയോഗിക്കുന്ന പ്രോത്സാഹിപ്പിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി പ്രോഡക്ട്സ് നമുക്ക് നമ്മുടെ തുണികളാവാം, ഡ്രസ്സുകളാവാം, ആർട്ട് വർക്കുകളാവാം, ചെടിച്ചട്ടികളാവാം, പുസ്തകങ്ങളാവാം, ടോയ്സ് ആവാം. ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഏൽപ്പിക്കാം, ആവശ്യമുള്ളത് ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാം. ഒരു കൈമാറ്റ ചന്ത, പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുക. നമുക്കറിയാം വേസ്റ്റ് മാനേജ്മെൻറ്റ് 3 തത്വങ്ങളാണ്: റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അതിൽ റീയൂസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്യുക. രണ്ടാമത് സ്വാപ്പ് ഷോപ്പ് എന്ന് പറയില്ല, അത് ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണെന്നുള്ളത്. ഒരുപാട് ഐറ്റംസ് അവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് വെക്കാം, അവിടെ നിന്ന് എടുക്കാം എന്നുള്ളൊരു ഈ ഐഡിയ, അത് പുതിയൊരു ഐഡിയ ആണോ? തീർച്ചയായിട്ടും സ്വാപ്പ് ഷോപ്പ് എന്ന് പറയുന്നത് പല മേഖലകളിൽ ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ഒരു കലോത്സവത്തിൽ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു സംസ്ഥാന കലോത്സവത്തിൽ നമ്മളിത് ഫോക്കസ് ചെയ്യാനുള്ള കാരണം വേസ്റ്റ് മാനേജ്മെൻറ്റിൽ മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് ഇനിയുള്ള ഒരു കുട്ടികളുടെ വലിയൊരു ചുമതലയാണ്. അപ്പോൾ അവർക്കിടയിൽ ഒരു മാറ്റം, അവർക്കിടയിലേക്ക് ഒരുപാട് സന്ദേശങ്ങൾ എത്തിക്കുക. കാരണം ഉപയോഗിച്ചത് വീണ്ടും ഉപയോഗിക്കുക. ഇപ്പോൾ നിങ്ങൾ കാണും പല സ്ഥലങ്ങളിലും വെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. മുന്നേക്ക് നമ്മൾ കണ്ടത് പേപ്പർ കപ്പിൽ വെള്ളം വിതരണം ചെയ്യും, ആ പേപ്പർ കപ്പ് ഉപയോഗിച്ചതിന് ശേഷം അവിടെ ബിന്നിൽ നിക്ഷേപിക്കും. അതൊരു വലിയ വേസ്റ്റായി മാറും, അതൊരു ഹെഡേക്കാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ വെള്ള വിതരണവും, കുടിവെള്ളം വിതരണം നടത്തുന്നത്, സംഭാരം വിതരണം നടത്തുന്നത് എല്ലാം സ്റ്റീൽ ഗ്ലാസ്സിലാണ്. എന്താണ്? റീയൂസ് ആണ്. ഉപയോഗിച്ച് അവിടെ വേസ്റ്റ് വരുന്നില്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്യുക, അത് ഈ കുട്ടികൾക്കിടയിൽ. കാരണം ഇതൊരു സംസ്ഥാന കലോത്സവമല്ല, ദേശീയ തലത്തിൽ തന്നെ അല്ലേ എല്ലാ സംസ്ഥാനങ്ങളിലും ആൾ വരുന്നത്, വലിയൊരു കലാപൂരമാണ്. അപ്പോൾ ഒത്തിരി ആളുകൾ വരുമ്പോൾ അവർക്കിടയിൽ മാക്സിമം ഇതുമായി ബന്ധപ്പെട്ട സന്ദേശം എത്തിക്കുക തന്നെയാണ് ലക്ഷ്യമിടുന്നത്. മറ്റ് പദ്ധതികൾ ഇനിയും ഉണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ. വേറെ ഒന്ന് ചെയ്യുന്ന ഇവിടെ തന്നെ കാണാം, ഒരു ക്വിസ് കോമ്പറ്റീഷൻ ആണ്. അതും വേസ്റ്റ് ഫ്രീ ആണ്, ഡിജിറ്റലൈസ്ഡ് ആണ്. നമ്മുടെ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഡിജിറ്റൽ സ്ക്രീനിൽ നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാവും, അതിൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്തി വിജയിക്കുന്ന കുട്ടികൾക്ക് ഒരു ചെറിയ പ്രോത്സാഹന സമ്മാനം നൽകും. കൂടാതെ അവർക്കുള്ള സർട്ടിഫിക്കറ്റ് പൂർണ്ണമായും ഡിജിറ്റലൈസ്ഡ് ആണ്. അവരുടെ മൊബൈൽ നമ്പറിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന രീതിയിൽ അയച്ചു കൊടുക്കുന്ന ഇതാണ്. പിന്നെ തൊട്ട് മുന്നിൽ തന്നെ ഒരു വേസ്റ്റ് ടു ആർട്ട്, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ഉപയോഗിച്ച ബോട്ടിലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല വേസ്റ്റ് ടു ആർട്ട് എന്ന് പറയുന്നത് വീണ്ടും പുനരുപയോഗം എന്നുള്ള രീതിയിൽ അത് വേറൊരു ആർട്ട് വർക്കാക്കി മാറ്റാം. പിന്നെ നമുക്ക് കലോത്സവത്തിൻ്റെ മെയിൻ വേദിയിൽ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു ഗ്രീൻ ബൂത്ത് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം ഈ ഒരു വലിയ ചൂട് കാലാവസ്ഥയാണ്, ഒത്തിരി കുടിവെള്ളം ആവശ്യമുള്ളതാണ്. പല ആളുകളും കൊണ്ടുവരുന്ന പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ ആണെങ്കിൽ ആ പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിലുകൾ വാങ്ങിച്ച് അതിലൊരു ചെറിയ സ്റ്റിക്കർ പതിക്കും, ഒരു 10 രൂപ വാങ്ങിച്ചു വെക്കും. അത് അവർക്ക് വേദിയിലേക്ക് കൊണ്ടുപോകാം. ഉപയോഗിച്ചതിന് ശേഷം തിരിച്ച് പോകുമ്പോൾ ആ കൗണ്ടറിൽ ഏൽപ്പിക്കുമ്പോൾ ആ 10 രൂപ മടക്കി നൽകുന്നു. ഇത് ആരെയും നിർബന്ധിച്ച് ചെയ്യല്ല, ഇത് ഞങ്ങളിതിൻ്റെ ഒരു അവബോധം. കാരണം യാത്രകൾ പോകുമ്പോൾ, പല പരിപാടികൾ പോകുമ്പോൾ കയ്യിൽ ഒരു സ്റ്റീൽ ബോട്ടിൽ ഉണ്ടായാൽ അതിൽ വെള്ളം വീണ്ടും റീഫിൽ ചെയ്യാം. അപ്പോൾ നമുക്കൊരു പ്ലാസ്റ്റിക് വേസ്റ്റ് കുറയ്ക്കാം, പൊതുവെ വേസ്റ്റ് കുറയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രചരണാർത്ഥം ചെയ്യുന്നതാണ്, ആരെയും നിർബന്ധിക്കില്ല. പക്ഷേ ഇങ്ങനെയൊരു കാര്യം ചെയ്യുമ്പോൾ അതിലേക്ക് പൊതുജനങ്ങളുടെ ഒരു ശ്രദ്ധ കൊണ്ടുവരിക, ഇതിനെക്കുറിച്ചൊരു ചിന്തിക്കാൻ, നമുക്കൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴിവാക്കി പകരം ഒരു സ്റ്റീൽ ബോട്ടിൽ ആയാൽ എന്താ എന്നൊരു ചിന്ത കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ആളുകൾ വരുമ്പോൾ അവർക്കിടയിൽ കുറച്ച് ശതമാനം ആൾക്കിടയിലെങ്കിലും ഈ ഒരു സന്ദേശം എത്തുമ്പോൾ അത്തരം ആളുകളെങ്കിലും ചിന്തിച്ച് ഇനിയുള്ള യാത്രാ സമയങ്ങളിൽ ഒരു ബോട്ടിൽ കയ്യിൽ കരുതും, അതിൽ റീഫിൽ ചെയ്യും. അതുവഴി പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ എണ്ണം നമുക്ക് കുറക്കാം. അതാണ് ലക്ഷ്യമിടുന്നത്. അതിന് നല്ലൊരു സഹകരണം നമ്മുടെ ഗ്രീൻ വോളണ്ടിയേഴ്സ്, നമുക്കൊരു 750 ഗ്രീൻ വോളണ്ടിയേഴ്സ് ഉണ്ട്. NSSൻ്റെ വോളണ്ടിയേഴ്സാണ് ഗ്രീൻ വോളണ്ടിയേഴ്സായി ട്രെയിൻ ചെയ്യുന്ന, അവരുടെ ഏകോപനമുണ്ട്. അതുപോലെ നമുക്കറിയാം ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ, ശുചിത്വ മിഷൻ, ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി, ഈ 3 പേരും ചേർന്നിട്ടാണ് ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റും ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത്. നമ്മുടെ 24/7 നമ്മുടെ ഹരിതകർമ്മ സേന, അതുപോലെ സാനിറ്റേഷൻ വർക്കേഴ്സ്, ഇവരെല്ലാവരും തന്നെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട്. കാരണം നമുക്കറിയാം പൂരനഗരിയാണ്, പൂരത്തിൽ തന്നെ നമുക്കറിയാം വരുന്ന മാലിന്യങ്ങൾ എത്ര വളരെ ഭംഗിയായിട്ട്. പൂരം കഴിഞ്ഞ ഉടൻ തന്നെ ഉള്ളത് ശുചിത്വ പൂരമാണ്. ക്ലീനിങ് നടത്തുന്ന ഒരു സിറ്റി കൂടിയാണ് തൃശ്ശൂർ. ദേശീയ ശുചിത്വ റാങ്കിലും മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുപോലെ ഒരു യോജിച്ച പ്രവർത്തനം, ഒരു കൂട്ടായ പ്രവർത്തനം നടത്തുന്നു. അതുപോലെ ഒരു മാതൃക ഉണ്ടാക്കുക, കുട്ടികൾക്കിടയിൽ കൂടുതലായിട്ട് ഇതിൻ്റെ സന്ദേശം എത്തിക്കുക. അതുകൊണ്ടാണ് പിന്നെ കുറേ ബിന്നുകൾ നിങ്ങൾക്ക് കാണാം, ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാനുള്ള ബിന്നുകൾ, ബോട്ടിൽ ബൂത്തുകൾ എല്ലാം കോർപ്പറേഷൻ
വളരെ നല്ല രീതിയിൽ തന്നെ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ മാലിന്യം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഫുഡ് കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്നത്, മുന്നെയൊക്കെ നമ്മൾ ഇലയിൽ ഊണ് കഴിച്ചതിന് ശേഷം ഈ ഇലയും അതിന് താഴെയുള്ള പേപ്പറും ഒരുമിച്ച് അല്ലേ മടക്കി കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. പേപ്പർ വേറെ തന്നെ കളക്ട് ചെയ്യും, കഴിച്ച ഇല വേറെ തന്നെ, അങ്ങനെയാണ് അവിടെ ചെയ്തു വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു ടീം അവിടെ സാനിറ്റേഷൻ വർക്കേഴ്സ് ഉണ്ട്, ഹരിതകർമ്മസേനയുണ്ട്, ഗ്രീൻ വളണ്ടിയേഴ്സും ഉണ്ട്, ആരോഗ്യവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ ഫുൾ ടൈം ഒരു മോണിറ്റർ ചെയ്തുകൊണ്ടുവരികയാണ്. അപ്പോൾ മാക്സിമം മാലിന്യ സംസ്കരണം ആളുകൾക്കിടയിൽ എത്തിക്കുക, ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നമുക്കറിയാം കുറച്ച് വർഷങ്ങളായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് നന്നായി അവബോധങ്ങളും പരിപാടികളും നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെ സഹകരണം എല്ലാവരുടെ ഭാഗത്തുണ്ട്. ഇപ്പോൾ പല NGO സന്നദ്ധ സംഘടനകളൊക്കെ വെള്ളം വിതരണം നടത്തുകയാണ്. ഞാനിപ്പോൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ കണ്ടു, അവരും ചെയ്യുന്നത് സ്റ്റീൽ ഗ്ലാസ്സിൽ. അപ്പോൾ ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം. എന്തായിട്ടും പേപ്പർ കപ്പിൽ നിന്ന് മാറുന്നു, വേസ്റ്റ് കുറയ്ക്കുന്നുണ്ടല്ലോ, അതിലൊരു സന്തോഷം. അപ്പോൾ അത്തരം ചെയ്യുന്ന ആളുകളൊക്കെ അഭിനന്ദിക്കുന്നു. പിന്നെ പൊതുവേ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, എല്ലാവരും വരുന്ന ആളുകളെല്ലാം തന്നെ മാക്സിമം മാലിന്യം വലിച്ചെറിയാതെ ബിന്നുകളിലേക്ക് നിക്ഷേപിക്കുക എന്നുള്ള, വലിച്ചെറിയൽ കുറയ്ക്കുക തന്നെയാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് ആവശ്യത്തിന് ബിന്നുകളുണ്ട്. ആരും പിന്നിലേക്ക് നിക്ഷേപിക്കരുത്, പകരം ബിന്നിലേക്ക് നിക്ഷേപിക്കുക എന്ന റിക്വസ്റ്റ് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. സന്തോഷം. താങ്ക് യു. തീർച്ചയായിട്ടും ആരും പിന്നിലേക്ക് നിക്ഷേപിക്കാതെ ബിന്നിലേക്ക് നിക്ഷേപിക്കുക എന്നുള്ള ഒരു ആശയം പങ്കുവെച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പരിപാടികളാണ് ശുചിത്വ മിഷൻ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇവിടെ കലോത്സവം കാണാനെത്തുന്നവരും ഈ കലോത്സവം കഴിഞ്ഞാലും പിന്നീട് അങ്ങോട്ട് ജീവിതത്തിലുടനീളം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക.